ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടമേടിയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. ഇന്നലെ പറഞ്ഞു പോകുന്നതിന്റെ തുടർച്ചയാണ് എന്ന് നമ്മൾ പറയുന്നത്. അത് കുർബാനയെ സംബന്ധിച്ച് കേട്ട ഒരു പ്രഘോഷണത്തിന്റെ ഭാഗമായിട്ടാണ്. സാധാരണഗതിയിൽ പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച പ്രഘോഷണങ്ങൾ പലപ്പോഴും ചെന്നെത്തുന്നത് പലവിധങ്ങളായ കാര്യങ്ങളിലാണ്. അത് എത്രത്തോളം ആത്മരക്ഷയ്ക്ക് ഉതകുന്നതാണെന്നോ ക്രിസ്തുവിന്റെ യാഗത്തിൽ നമ്മളെ ഭാഗഭാക്കാക്കുന്നതാണെന്നോ അല്ല പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ നേടാൻ കഴിയും, നിങ്ങൾക്ക് എങ്ങനെ സുരക്ഷിതത്വം അനുഭവിക്കാൻ കഴിയും, നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷ എങ്ങനെയാണ് കുർബാന വഴി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുക എന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുർബാനയാകട്ടെ ഒരാൾക്ക് അയാളെ തന്നെ ഉപേക്ഷിക്കാനുള്ള വഴിയാണ്. തന്നെ ഉപേക്ഷിച്ച് ക്രിസ്തുയാഗത്തോട് ചേർന്ന് യേശുവിന്റെ ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് മരിച്ച് ഉദ്ധിതരായി ലോകത്ത് ദൈവാത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ് പരിശുദ്ധ കുർബാനയുടെ ആത്യന്തികമായ ഘടന. അല്ലെങ്കിൽ കുർബാന അനുഭവം എന്ന് പറയുന്നത് അവനവനിൽ മരിച്ച് അവനിൽ ഉയർത്ത് ജീവിതം പുതുതാക്കി മാറ്റുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണമായി മാറുകയും അവരന് ജീവൻ നൽകുന്നവരായി മാറുകയും ചെയ്യാൻ യേശു നൽകുന്ന ഏറ്റവും സവിശേഷമായ പാഠമാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്. കുർബാന അനുഭവത്തെ കേവലം താല്പര്യങ്ങൾക്കുള്ളതാക്കി മാറ്റുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് അത് ഒരു കാര്യസാധ്യ പ്രാർത്ഥനയായി തരം താഴ്ത്തപ്പെടുന്നു. അതിന് പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ഇപ്പോ സാധാരണഗതി പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 14-ാം തിരുവചനത്തിൽ കർത്താവിന്റെ മലയിൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? മോറിയ മലയിൽ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ ചെന്ന അബ്രഹാം കുഞ്ഞാടിനെ കിട്ടി അതിനെ ബലിയർപ്പിച്ചതിന് ശേഷം പറയുന്നൊരു പ്രസ്താവമാണ് കർത്താവിന്റെ മലയിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും ലഭിക്കും. അങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്തും ലഭിക്കുമെന്ന് പറയുന്ന ഒരു പഴയ നിയമ പശ്ചാത്തലത്തെ കുർബാന അനുഭവത്തിനകത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് പറയുന്നത്, ഇവിടെ ചോദിച്ചാൽ എന്തും കിട്ടും, പരിശുദ്ധ കുർബാന ശക്തിയുടെ കേന്ദ്രമാണ്, ഇവിടെ നിങ്ങൾ ആവശ്യമുള്ളത് ചോദിച്ചോളുക. അതുകൊണ്ട് നിയോഗ കുർബാനകൾ കൂടിക്കൂടി വരുന്നൊരു കാലമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴും ഇതിനെക്കുറിച്ചൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സുവിശേഷം അല്ലല്ലോ പറയണേന്ന്. ഈ സുവിശേഷം എന്ന് പറയുന്നത് കേവലമായി ബൈബിൾ അല്ല, വിശുദ്ധ ഗ്രന്ഥം മാത്രം എടുത്തിട്ടല്ല സംസാരിക്കേണ്ടത്. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ എപ്പോഴും ഇങ്ങനെ അത് തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്നു, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ അകക്കാമ്പിലേക്ക് പോകാൻ ആനുകാലിക സന്ദർഭങ്ങളുമായി ഇതിനെ കൂട്ടിയിണക്കണം. അപ്പോഴാണ് സുവിശേഷ പ്രഘോഷണമാകുക. അല്ലെങ്കിൽ നമ്മൾ പ്രഘോഷിക്കേണ്ടതിന്റെ ആവശ്യം എന്താ? പൗലോസ് പറഞ്ഞിട്ടുണ്ട്, പത്രോസ് പറഞ്ഞിട്ടുണ്ട്, മത്തായി പറഞ്ഞിട്ടുണ്ട്, ലൂക്ക പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടുകൊണ്ടിരുന്നാൽ പോരെ? എന്തുകൊണ്ടാണ് അപ്പോസ്തലിക പ്രബോധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്? അത് ആനുകാലിക സന്ദർഭങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടണം. വിശ്വാസ ച്യുതിക്ക് എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തേണ്ടത് എന്ന് ദൈവവചനത്തെ ആസ്പദമാക്കി ചിന്തിക്കാൻ കഴിയണം. നമ്മുടെ സാധാരണ ജീവിതത്തെ അസാധാരണമാക്കി മാറ്റാനാണ് വചനം നൽകപ്പെടുന്നത്. ഈ അസാധാരണമാക്കി മാറ്റുക എന്ന പ്രക്രിയ സാധ്യമാകണമെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിത സന്ദർഭങ്ങൾക്കകത്ത് ഈ ദൈവവചനം എന്ത് നമ്മോട് പറയുന്നു എന്നതിലേക്ക് എത്തണം. അവിടെയാണ് വചന പ്രഘോഷണം ഉണ്ടാകുന്നത്. അതല്ലാതെ ഇത് നമ്മളിങ്ങനെ വചന വ്യാഖ്യാനങ്ങൾ പറയുന്നു, ഏറ്റവും എളുപ്പമായിട്ട് പറഞ്ഞു പോകാം. പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതിൽ നമുക്കെന്ത് കാര്യം? നമ്മുടെ ഇടപെടൽ ശേഷി എവിടെയാണ് വേണ്ടത്? ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത്? ജീവിത സന്ദർഭത്തെ മാറ്റിമറിക്കാൻ പരിശുദ്ധ കുർബാനയാകുന്ന കൂദാശയ്ക്കകത്ത് എങ്ങനെയാണ് ദൈവം നമ്മിൽ ഇടപെടുന്നതെന്നും എങ്ങനെയാണ് നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതെന്നും വ്യക്തമായൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ജീവിതാനുഭവമായി കുർബാനയ്ക്ക് ബന്ധമുണ്ടാകുക. അല്ലെങ്കിൽ കുർബാന കേന്ദ്രീകൃതമായൊരു ജീവിതം ഉണ്ടാകുക. നമ്മൾ കാര്യം കാണാനാണ് കുർബാനയ്ക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിയോഗ കുർബാനകൾ അങ്ങനെയാണല്ലോ. നിയോഗ കുർബാനകൾ, ഉപകാരസ്മരണ കുർബാനകൾ, നിയോഗ കുർബാനകൾ, ഇങ്ങനെ കുർബാന നമ്മൾ വകതിരിക്കുകയാണ്. കുർബാനയിൽ ഉപകാരസ്മരണ ഉണ്ടാവണം. നമ്മുടെ ജീവിത സന്ദർഭങ്ങളെ മുഴുവൻ ബലിയിൽ അർപ്പിക്കണം. നമ്മുടെ സങ്കടങ്ങളെല്ലാം അർപ്പിക്കണം. എല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടത് ചോദിച്ചു വാങ്ങിക്കുന്ന സ്ഥലമല്ല. പക്ഷെ കാര്യസാധ്യ കുർബാനയുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞാൽ ശത്രുസംഹാര കുർബാനയും വരാൻ സാധ്യതയുണ്ട്. ഇതൊന്നും വരില്ലെന്ന് വിചാരിക്കേണ്ട, കാരണം പോക്ക് അങ്ങോട്ടാണ്. കുർബാനയെ പരമലക്ഷ്യത്തിൽ നിന്ന് മാറ്റി ഒരു കാര്യസാധ്യത്തിനുള്ള സന്ദർഭമാക്കി മാറ്റുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ബലിക്ക് നിഷേധമുള്ളൊരു പ്രവൃത്തിയാണ്. ക്രിസ്തുയാഗത്തോട് നീതി പുലർത്താനാവാത്തൊരു പ്രവൃത്തിയാണ്. നിങ്ങളൊരു ചെറിയ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങളുടെ പിതാവ് ICU കിടക്കുകയാണെന്നിരിക്കട്ടെ, രോഗിയായി.
മക്കളായവരൊക്കെ കൂടി മുദ്രപത്രമായിട്ട് അടുത്ത് ചെന്നിട്ട് ഈ മുദ്രപത്രത്തിന് അപ്പന്റെ വിരലടയാളം മേടിക്കുന്നു. സ്വത്ത് വിഭജനമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം മരിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ശരിയാക്കി എടുക്കണ്ടേ. ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളാകുന്ന ഈ മുദ്രപത്രങ്ങളുമായി കുരിശിൽ പിടയുന്ന ഒരുവന്റെ സന്നിധി ചെന്ന് ഇതിലൊരു ഒപ്പ് വെച്ചേക്ക് എന്ന് പറയുന്നിടത്തോളം അപഹാസ്യമായിട്ട് എന്തുണ്ടെന്ന് ആലോചിക്കാം. ഒരുവൻ തന്നെ ഉപേക്ഷിക്കുകയാണ്, കുരിശിൽ മരിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നമുക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി അവൻ കുരിശിൽ മരിക്കുമ്പോൾ ആ കുരിശുമരണത്തെ ആനുകാലിക സന്ദർഭത്തിൽ സന്നിഹിതമാക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നാം നമ്മുടെ ഇഷ്ടങ്ങൾ തേടിയാണ് ചെല്ലുന്നതെങ്കിൽ കുർബാനയ്ക്ക് വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് നമ്മൾ മാറുന്നു. കുർബാന നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ, അഥവാ കുർബാന നമുക്ക് ഒരു ഇടപെടൽ ശേഷിയായിട്ടില്ല ജീവിതത്തിൽ എന്ന് തീർച്ചയാക്കാം. നമ്മളിത് ആലോചിക്കേണ്ട കാര്യമാണ്. ഇനി പരിശുദ്ധ കുർബാനയിൽ യേശു കുരിശിലെ യാഗമായിട്ട് മാറുന്നു. ഇനി പുരോഹിതനൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ബലിമേശയ്ക്ക് അപ്പുറം നിൽക്കുന്ന പുരോഹിതൻ, ആ പുരോഹിതന്റെ ബന്ധങ്ങൾ ഉപേക്ഷിച്ചു, ആ പുരോഹിതന്റെ വ്യക്തിത്വം ഉപേക്ഷിച്ചു, ആ പുരോഹിതന്റെ നേടാനുള്ള അവകാശം ഉപേക്ഷിച്ചു, ആ പുരോഹിതന്റെ അറിവുകളെല്ലാം കൈവിട്ടു. അങ്ങനെ ജീവിതം വേണ്ടെന്ന് വെച്ച് ഒരാൾ ബലിമേശയ്ക്ക് അപ്പുറത്ത് നിൽക്കാൻ, സ്വയം അർപ്പിക്കാൻ, ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ തന്റെ ജീവിതം കൂടി ഈ കുർബാനയോട് ചേർത്ത് വെച്ചിട്ടാണ് ഈ പുരോഹിതൻ ബലിയർപ്പിക്കുന്നത്. അങ്ങനെ പൗരോഹിത്യമാകുന്ന കൂദാശ, വിശുദ്ധ കുർബാനയാകുന്ന കൂദാശ പരികർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇരക്കുന്നവരായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ കുർബാനയിൽ എന്ത് ഭാഗഭാഗിത്വമാണ് നമുക്കുണ്ടാകുക? ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. കുർബാനയിൽ പരിശുദ്ധ കുർബാന യഥാർത്ഥ അനുഭവമായി മാറണമെങ്കിൽ കുർബാന നമ്മുടെ ജീവിതത്തെ അർപ്പിക്കുന്ന വേദിയായിട്ട് മാറണം. എപ്പോഴും നമ്മളിത് പറയുന്നതാണ്, അർപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. എങ്ങനെ അർപ്പിക്കണം? കുർബാനയിൽ നമ്മുടെ ജീവിതത്തെ ഉപേക്ഷിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അങ്ങനെ ഉപേക്ഷിക്കുന്നവരായി മാറുന്നില്ലെങ്കിൽ നിശ്ചയമായിട്ടും പരിശുദ്ധ കുർബാന നമുക്ക് ജീവിതാനുഭവമായിട്ട് മാറില്ല. നമ്മൾ അച്ഛനോട് എന്നിട്ട് പറയുകയാണ്, അച്ഛോ മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കണം. നമ്മെ പ്രതി, ക്രിസ്തുവിനെ പ്രതി ജീവിതത്തിൽ ബന്ധങ്ങൾ ഉപേക്ഷിച്ച്, കുടുംബം ഉപേക്ഷിച്ച് പോയ ഒരാളോട് നമ്മൾ പറയുന്ന മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കണം. അച്ഛൻ വീട് വിട്ടു പോകുന്നയാളാണ്, അച്ഛനോട് പറയണം വീടുണ്ടാകാൻ പ്രാർത്ഥിക്കണം. ജോലി വേണ്ടെന്ന് വെച്ച് വന്നയാളാണ്, അച്ഛനോട് പറയാണ് ജോലി കിട്ടാൻ പ്രാർത്ഥിക്കണം. എല്ലാം ഉപേക്ഷിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളോട് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ പറയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ വേണം. ഇങ്ങനെ വേണമെന്ന് പറയാനുള്ള ഒരു സ്ഥലമല്ല യഥാർത്ഥത്തിൽ കുർബാന. എന്ത് പറഞ്ഞിട്ടാണെന്നറിയാമോ? ഈ ബലിപീഠത്തിൽ നിങ്ങൾ ചോദിച്ചതെല്ലാം കിട്ടുമെന്ന് പറയുന്നത് എന്ത് പറഞ്ഞിട്ടാ? ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം പറഞ്ഞിട്ടാണ്. അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാനായി പോയി. ബലിയർപ്പണ സമയത്ത് കുഞ്ഞിന്റെ മേൽ കൈവയ്ക്കരുതെന്ന് പറഞ്ഞ് മാലാഖ അബ്രഹത്തെ തടയുന്നു. അങ്ങനെ തടഞ്ഞ് ബലിപീഠത്തിനരികിൽ കിടന്നൊരു മുട്ടാടിനെ എടുത്ത് ബലിയർപ്പിക്കുന്നു. ഇത് വളരെ സവിശേഷമായ ഒരു ചരിത്ര സന്ദർഭം കൂടിയാണ്. കാരണം നരബലി നടന്നിരുന്ന ഒരു ലോകമാണ്. ആ നരബലിയെ ഒരു മൃഗബലിയിലേക്ക് കൺവെർട്ട് ചെയ്യുന്നതിന്റെ സമയം കൂടിയാണ് ഈ അബ്രഹാമിന്റെ സംഭവം. ചരിത്രപരമായ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ ഈ ബലിയർപ്പണം കഴിയുന്നു. ഈ ബലിയർപ്പണ ശേഷം ഉണ്ടാകുന്നൊരു പ്രസ്താവമാണ് കർത്താവിന്റെ മലയിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും ലഭിക്കും. കർത്താവിന്റെ മലയിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും ലഭിക്കുമെന്ന 22:14 ആ വചനം പറഞ്ഞിട്ടാണ് ഈ ബലിമേശയിൽ നിങ്ങൾക്ക് എന്തും കിട്ടും. വാസ്തവത്തിൽ ജീവിതം അർപ്പിക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ജീവിത സന്ദർഭത്തിന്റെ സമ്മർദ്ദങ്ങളെല്ലാം പറയാം, ആവശ്യങ്ങളെല്ലാം ഉപേക്ഷിക്കാം. അവയെല്ലാം അവിടെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് അർപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് അർപ്പിച്ച് തന്റെ ജീവിതത്തെ മുഴുവൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച്, ബലഹീനതകളെ ഏൽപ്പിച്ച് ഒരാൾ അയാളെ തന്നെ ക്രിസ്തുയാഗത്തോട് ചേർത്ത് വെക്കുകയും പരമപിതാവിനുള്ള യാഗമായി എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന സമ്പൂർണതയിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് അയാളിൽ തന്നെ ജീവൻ ഉണ്ടാകുന്ന കൗദാശികാനുഭവത്തിലേക്ക് അയാൾ വരിക. അതല്ലെങ്കിൽ ഇത് കേവലം കെട്ടുകാഴ്ചയായിട്ട് നിൽക്കും, കുർബാന അപ്പുറത്ത് നിൽക്കും, നമ്മളിപ്പുറത്ത് നിൽക്കും.
നമ്മൾ കുർബാനയെ സംബന്ധിച്ചും ഇങ്ങനെ വചനവ്യാഖ്യാനങ്ങളിൽ വരുന്ന പിഴവുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്നത്, നിങ്ങൾക്കിതൊന്നും പറയാതെ സുവിശേഷം പറയാൻ പാടില്ലെന്ന്. സുവിശേഷം എന്ന് വെച്ചാൽ ഇതാ, സുവിശേഷം ആനുകാലിക സന്ദർഭത്തിൽ വചനം എങ്ങനെ ഇടപെടണം എന്നതിനെ സംബന്ധിച്ചാണ്. നമ്മുടെ ജീവിത സന്ദർഭത്തെ, ആധുനിക ജീവിതത്തെ എങ്ങനെയാണ് വചനത്തിന്റെ കണ്ണിലൂടെ കാണാൻ പറ്റിയ, ക്രിസ്തുവിന്റെ കണ്ണിലൂടെ. വചനം എന്ന് വെച്ചാൽ ബൈബിൾ എന്നല്ലോ അർത്ഥം, ബൈബിളും ഒന്നാകെ എന്നല്ല, ബൈബിൾ സമഗ്രമായി പറയുന്നതിനെ കുറിച്ചാണ്. അതിൽ ടെക്സ്റ്റിന്റെ ആന്തരികത, കോൺടെക്സ്റ്റ്, അത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവാണ് വചനം, വെളിപാടുകളുടെ പൂർണ്ണത. ആ പൂർണ്ണതയായ ക്രിസ്തുവിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ കഴിയുമ്പോഴാണ് നമുക്കിത് പറയേണ്ടി വരിക. അപ്പോഴാണ് വിശ്വാസ വിരുദ്ധതയെ സംബന്ധിച്ച്, വിശ്വാസത്തിൽ അപജയത്തെ സംബന്ധിച്ച്, അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ച്, അനാചാരങ്ങളെ സംബന്ധിച്ച്, താൽക്കാലികതകൾ നേടിയെടുക്കാനുള്ള എളുപ്പ വഴിയാണ് പ്രാർത്ഥന എന്ന മിഥ്യാധാരണയെ കുറിച്ച് ഒക്കെ നമുക്ക് പറയേണ്ടി വരുന്ന അപ്പോഴാണ്. അതുകൊണ്ട് സത്യത്തിലേക്ക് തിരിയുക, വചനത്തിലേക്ക് തിരിയുക എന്ന കാര്യത്തിന് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നാം ഇടമൊരുക്കേണ്ടത് ജീവിതത്തിൽ? അത് ദൈവവചനമാകുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ്. അവിടെയാണ് പരിശുദ്ധ കുർബാനയെ ജീവിതാനുഭവമാക്കി മാറ്റുന്ന ഒരു അനുഭവപ്പെടുത്തൽ ക്രിസ്തു നൽകുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാവുന്ന സവിശേഷമായ സന്ദർഭങ്ങളിൽ പരിശുദ്ധ കുർബാന ഇങ്ങനെ അർപ്പിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം, അനുഭവപ്പെടുന്നതായിട്ട് കാണാം. ജീവന്റെ അപ്പമാണ് താനെന്ന് വെളിപ്പെടുത്താൻ ക്രിസ്തു ഒരു അടയാളം പ്രവർത്തിക്കുന്നു. ഈ അടയാളം ഒരു അത്ഭുതമാണ്. ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ടാണ് അതിനെ അടയാളപ്പെടുത്തുന്നത്. എന്തിനാണ് 5 അപ്പം 5000 പേർക്ക് വേണ്ടി വീതിച്ചത്? സാമാന്യഗതിയിൽ 5 അപ്പം 5000 പേർക്കായി വിഭജിച്ചു കൊടുക്കുന്നതിലൂടെ ക്രിസ്തു തന്നെ എങ്ങനെയാണ് ജീവന്റെ അപ്പമായി പകർന്നു നൽകുക എന്നതിന് അടയാളപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല, യേശു 5 അപ്പം 5000 പേർക്കായി വീതിച്ചുകൊണ്ട് എന്താണ് ഈ അത്ഭുതത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്? ഒരു അടയാളം പ്രവർത്തിക്കുക, ഒരു അത്ഭുതം, ഒരു അടയാളം. എന്താണെന്ന് പറയുന്നത്? അത് ഒന്നാമതായി തന്റെ ദൈവിക അസ്തിത്വം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിയമത്തിന്റെയും പ്രവചനത്തിന്റെയും പൂർത്തീകരണമാണ് താനെന്ന് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 42 മുതൽ 44 വരെ തിരുവചനങ്ങളിൽ ഒരു അപ്പം വർദ്ധിപ്പിക്കലിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അത് ഏലീഷ പ്രവാചകന്റെ കാലത്താണ്. ബാൽഷാലിഷായിൽ നിന്ന് 20 ബാർലിയപ്പവും കൊണ്ടുവരുന്ന ഒരാൾ ഈ അപ്പം പ്രവാചകന് മുമ്പിൽ വെക്കുന്നു. പ്രവാചകൻ അത് വർദ്ധിപ്പിക്കുന്നു. അത് വർദ്ധിപ്പിച്ചതിന് ശേഷം മിച്ചം വരുന്നു എന്നാ പറയാം. അവർ ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം മിച്ചം വരുന്നു. താൻ പ്രവചനങ്ങളുടെയും നിയമത്തിന്റെയും പൂർത്തീകരണമാണ് എന്ന വെളിപ്പെടുത്തൽ യേശുവിന്റെ പ്രവർത്തിക്കകത്തുണ്ട്. അവിടെയും ദൈവം അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പ്രവാചക ദൗത്യത്തിന്റെ തുടർച്ച, അല്ലെങ്കിൽ പ്രവാചകത്വത്തിന്റെ പൂർണ്ണത ക്രിസ്തുവിലുണ്ട്. ഇവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 5 അപ്പവും 2 മീനുമുള്ള, അതും ബാർലിയപ്പവും മീനുമുള്ള ഒരു കുട്ടിയെ നമ്മൾ കാണുന്നു. ആ കുട്ടിയുടെ കയ്യിൽ അപ്പം എടുത്തിട്ടാണ് 5000 പേർക്കായിട്ട് വിഭജിക്കുന്നത്. എന്താണ് 5000 പേർക്കായി അപ്പം വിഭജിക്കുന്നതിന്റെ പിന്നിലുള്ള കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അടിസ്ഥാന ആശയം എന്താണ്? ഭക്ഷണം മനുഷ്യന് ജീവൻ നിലനിൽക്കാൻ ആവശ്യമുള്ള ഒന്നാണ്. അങ്ങനെ ജീവൻ നിലനിർത്തുന്ന ഒരാളാണ് താനെന്നും, യഥാർത്ഥ ജീവന്റെ അപ്പം താനാണെന്നും പറയാൻ മുന്നോടിയായിട്ടാണ് ക്രിസ്തു ഈ അപ്പം വർദ്ധിപ്പിക്കുന്നത്. ആ അപ്പം വർദ്ധിപ്പിക്കുന്ന അടയാളം യഥാർത്ഥത്തിൽ തൻ്റെ പെസഹാനുഭവവുമായി ബന്ധപ്പെടുത്തി പൂർത്തീകരിക്കുന്നുണ്ട് ക്രിസ്തു. അവിടെ അപ്പം എടുത്തിട്ട് അവിടുന്ന് പറയുന്നു, ഇതെന്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിക്കുക. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സോമ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. സോമയ്ക്ക് ശരീരം എന്ന അർത്ഥമുണ്ട്, ദി ഓൾ ബീയിങ് എന്ന അർത്ഥമുണ്ട്. അവൻ സമസ്തവും കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്. അപ്പം വർദ്ധിപ്പിക്കുന്ന യേശുവിന് തന്നെ വിഭജിച്ചു നൽകാൻ കഴിയും എന്നൊരു അടയാളപ്പെടുത്തൽ ഈ സംഭവത്തിനകത്തുണ്ട്. ഇനി ഈ 5 അപ്പം 5000 പേർക്കായിട്ട് വീതിക്കുന്ന സംഭവം നമ്മോട് പറയുന്ന മറ്റൊരു കാര്യം എന്താണ്? അത് ജീവന്റെ അപ്പമായ ക്രിസ്തുവിലാണ് നിങ്ങൾക്ക് വിശപ്പ് നീങ്ങുക. ഭൗതികമായ നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ വിശപ്പ് ശമിക്കുന്നത് ക്രിസ്തുവിൽ മാത്രമാണെന്ന യാഥാർത്ഥ്യമാണ്. സാധാരണ
നമ്മൾ ഈ ഓട്ടോ ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും തൃപ്തി കിട്ടാൻ വേണ്ടിയാണല്ലോ. ഭക്ഷണം കഴിക്കുന്നതും അധ്വാനിക്കുന്നതും ജീവിതത്തിലെ എല്ലാത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും ഒരു തൃപ്തി അന്വേഷിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ഇവയൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ തൃപ്തി കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ക്രിസ്തുവിൽ മാത്രമേ ഒരാൾക്ക് തൃപ്തി ഉണ്ടാവും, പൂർണ്ണതാനുഭവം ഉണ്ടാവും. പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ആരാധനയുടെ മധ്യ പാടുന്ന ഒരു ഗീതത്തിൽ നമുക്കിങ്ങനെ കേൾക്കാം, അത് എല്ലാ രുചികളും ഒത്തിണങ്ങിയപ്പോഴാണ്. അതായത് നമ്മെ സമ്പൂർണമായി തൃപ്തിപ്പെടുത്താൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ, അവനിൽ മാത്രമേ നമുക്ക് സമൃദ്ധി ഉണ്ടാകുകയെന്നും പൂർണ്ണത പ്രാപിക്കാൻ കഴിയുമെന്നും വ്യക്തമായി വചനം അവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരിയറ്റം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിൽ യേശു ഇങ്ങനെ അപ്പം വർദ്ധിപ്പിക്കുന്ന അനുഭവത്തിന്റെ മുന്നാസ്വാദനം നൽകുന്നത് ഈ പറഞ്ഞ 5 അപ്പം 5000 പേർക്കായി വീതിച്ചുകൊണ്ടാണ്. പരിശുദ്ധ കുർബാനയിലാകുമ്പോൾ കുർബാനയിൽ എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടാകുന്നതെന്ന് ഒന്ന് നമുക്ക് ഓർത്തു പോകാം. കുർബാനയിൽ മാറ്റം ഉണ്ടാകുന്നത് സത്താരൂപാന്തരീകരണമാണ്. നമ്മൾ പലപ്പോഴും ഇതൊക്കെ വിട്ടിട്ട് കുർബാനയിൽ കാര്യം കാണാൻ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു പോകുമ്പോൾ യഥാർത്ഥ അനുഭവം ഉണ്ടാകാതെ പോകുന്നത് അതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ 26 മുതലുള്ള തിരുവചനങ്ങളിൽ യേശു അപ്പം എടുത്തിട്ട് പറയുന്നുണ്ട്, ഇതെന്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് പറയുമ്പോൾ ഈ അപ്പത്തിന് ഒരു രൂപമാറ്റം ഉണ്ടാകുന്നില്ല. നമ്മളിപ്പോ ഈ അപ്പത്തിന് രൂപമാറ്റം ഉണ്ടാകണം, മാംസമാകണം, രൂപം തെളിയണം എന്നുള്ള നിലയ്ക്കുള്ള ആലോചനകളിൽ പോകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കിപ്പോഴും ബോധ്യമായിട്ടില്ല. യേശു ഈ അപ്പം എടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോഴും ഈ അപ്പത്തിന് ഒരു രൂപപരമായ മാറ്റം ഉണ്ടായില്ല. സത്താപരമായ മാറ്റമുണ്ടായി, രൂപപരമായ മാറ്റം ഉണ്ടായില്ല. യേശു പറഞ്ഞത്, ചിലപ്പോഴൊക്കെ ചില ആളുകൾ പറയുന്നത് യേശു ഒരു അത്ഭുതം പ്രവർത്തിച്ചെന്നാ പറഞ്ഞത്. കുർബാന മധ്യേ പെസഹാചരണത്തിനിടയ്ക്ക് ഒരു അത്ഭുതം, മഹാത്ഭുതം പ്രവർത്തിച്ചു, അങ്ങനെ ശരീരം അപ്പമായിട്ട് മാറിയെന്ന്. വാസ്തവത്തിൽ യേശു ചെയ്തത് ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. He took the whole being. അവൻ സമസ്തം എടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്. യേശുവിന്റെ ശരീരമല്ലേ സമസ്തവും? വിശുദ്ധ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ 1-ാം അധ്യായം 3-ാം തിരുവചനം, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല, എല്ലാം അവനിലൂടെ ഉണ്ടായി. എല്ലാറ്റിന്റെയും മൂലപദാർത്ഥം എന്താ? അത് യേശുക്രിസ്തുവാണ്. സമസ്തത്തിന്റെയും മൂലം യേശുവാണ്. അങ്ങനെ സമസ്തത്തിന്റെയും മൂലമായ യേശു ഈ അപ്പം എടുത്തിട്ടൊരു കാര്യം പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്. അതായത് ദി ഓൾ ബീയിങ് ഈസ് മൈ ബോഡി, ഇതെല്ലാം എൻ്റെ ശരീരമാണ്. അങ്ങനെ എൻ്റെ ശരീരമാണ് ഈ അപ്പം എന്ന് പറയുമ്പോൾ അതിലൊരു അവാസ്തവികതയില്ല. കാരണം പിറ്റേന്ന് കുരിശിൽ ഈ ശരീരം തറയ്ക്കപ്പെടും. ആ തറയ്ക്കപ്പെടുമ്പോൾ ഈ ലോകം മുഴുവൻ തറയ്ക്കപ്പെടും, നമ്മൾ ഓരോരുത്തരും തറയ്ക്കപ്പെടും. അങ്ങനെ മനുഷ്യവംശം മുഴുവനും ഈ കുരിശിൽ മരിക്കും, ക്രിസ്തുവിനോടൊപ്പം മരിക്കും. ക്രിസ്തു ഉയർക്കുമ്പോൾ നമ്മൾ ഉയർക്കും. അങ്ങനെ ഒരു പ്രോസസ്സാണ് ഈ പറയുന്നത്. ദൈവം രക്ഷിക്കുന്നു എന്ന വാക്ക് വെറും വാക്കല്ല, ഒരു പ്രക്രിയയാണ്. ആ രക്ഷാകര കർമ്മത്തിനകത്ത് സകല മനുഷ്യരെയും യേശു ഉൾക്കൊള്ളുകയും സകല മനുഷ്യരെയും ക്രിസ്തു കുരിശിൽ തന്നോട് ചേർത്ത് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഒരു മഹാത്ഭുതം സംഭവിക്കുന്നു. നമ്മളിപ്പോഴും അന്വേഷിച്ച് നടക്കുകയാണല്ലോ, പരിശുദ്ധ കുർബാനയ്ക്കകത്ത് യേശുവിന്റെ മുഖം തെളിയോ, കുർബാനയ്ക്കകത്ത് ശരിക്കും യേശു ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. ഇപ്പോഴും ബ്ലാക്ക് മാസ് നടത്തുന്നവർക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അവർ വളരെ പാടുപെട്ട് പണിപ്പെട്ട് പരിശുദ്ധ കുർബാനയെ മോഷ്ടിച്ചു കൊണ്ടുപോയി ഈ പറഞ്ഞ ബ്ലാക്ക് വർഷിപ്പിനായിട്ട് ഉപയോഗിക്കുന്നു, അന്ധകാരത്തിന്റെ പ്രവൃത്തിക്കായിട്ട് ഉപയോഗിക്കുന്നു. അവർ വെളിപ്പെടുത്തുന്നുണ്ട് ഇത് യേശുവിന്റെ ശരീരം തന്നെയാണെന്ന്. നമുക്കിപ്പോഴും ബോധ്യമായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു നോക്കാണ്, അകത്തെങ്ങാൻ ഇരിപ്പുണ്ടോ, കാണാൻ പറ്റുമോ? ഇതേ കാര്യം തന്നെ അവർ ചോദിക്കുന്നുണ്ട്. സ്വർഗത്തിലുള്ള അപ്പത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും യോഹന്നാൻ സുവിശേഷത്തിനകത്ത് ഈ യഹൂദർ ചോദിക്കുന്നുണ്ട്, ഒരു അടയാളം കാണിച്ചു തരാമോ? ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പമാണെന്ന് പറയുമ്പോൾ ചോദിക്കുന്നത് ഒരു അടയാളം കാണിച്ചു തരാമോ എന്നാ. ഇത്രയും കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ കുർബാനയ്ക്കകത്ത് ഒരു സത്താമാറ്റം ഉണ്ടാകുന്നു, ബാഹ്യമായ മാറ്റം ഉണ്ടാകുന്നില്ല. എങ്ങനെയാണ് നമ്മിൽ ദൈവൈക്യം എന്നതിന് ഉത്തരം അതാണ്. എങ്ങനെയാണ് നമ്മിൽ ദൈവൈക്യം? നമ്മിൽ ദൈവൈക്യം ഉണ്ടാകുന്നതും ഇങ്ങനെ ബാഹ്യമായ മാറ്റം ഇല്ലാണ്ടാണ്. മാനസാന്തരം ഉണ്ടായപ്പോ താടി വളർത്തി കാവിയിട്ട് വെറും തട്ടിപ്പാ, ഒരു കാര്യമില്ല. മാറ്റം ഉണ്ടാവുന്നത് എവിടെയാ? ആന്തരികതയിലാണ്.
സത്താപരമായിട്ടാണ്. ഏറ്റവും എളുപ്പത്തിൽ ഞാൻ പറയാം. നമ്മൾ സാധാരണഗതിയിൽ പച്ചിരുമ്പും കാന്തവും കൂട്ടി വെച്ചാൽ എന്ത് സംഭവിക്കും? ഒരു പച്ചിരുമ്പും ഒരു കാന്തവും കൂട്ടി വെച്ചാൽ കുറെ നേരം കഴിയുമ്പോൾ ഈ പച്ചിരുമ്പ് കാന്തിക സ്വഭാവമുള്ളതായിട്ട് മാറും. കുറെ കാലം ദീർഘമായി വെച്ചിരുന്നാൽ ഇത് കാന്തമായി പരിണമിക്കുന്ന അനുഭവം ഉണ്ടാവും. പുറമെ ഒരു മാറ്റവും ഇല്ല. പച്ചിരുമ്പ് പഴയതുപോലത്തെ തന്നെ അളവുള്ളതാണ്. അതിന് നീളവും വണ്ണത്തിനോ ഒന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. പക്ഷെ പച്ചിരുമ്പിന് ഇപ്പോ ഒരു കാന്തിക സ്വഭാവം വന്നിരിക്കുന്നു. എങ്ങനെയാണത് സാധ്യമാകുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് പറയണേ. ഒരു പച്ചിരുമ്പും ഒരു കാന്തവും കൂട്ടിച്ചേർത്ത് വെച്ചാൽ, ബാല്യകാലത്തൊക്കെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വേണ്ടി നിരന്തരം ചെയ്തിരുന്നൊരു പരിപാടിയാണ്. നമുക്ക് മഹാത്ഭുതമാണ്. വെറുതെ ഒരു പച്ചിരുമ്പ് കുറെ നേരം ഒരു കാന്തത്തിന്റെ കൂടെ ഇങ്ങനെ മുട്ടിച്ച് വെച്ചിരുന്നാൽ കുറെ കഴിയുമ്പോൾ ഈ പച്ചിരുമ്പ് കൊണ്ട് നമുക്ക് കാന്തത്തിന്റെ സ്വഭാവം കാണിപ്പിക്കാൻ പറ്റും, മറ്റ് പച്ചിരുമ്പിന്റെ കഷ്ണങ്ങളെ ആകർഷിപ്പിക്കാൻ പറ്റും. എങ്ങനെയാ അത് സംഭവിക്കുന്നത്? ഇതിലെ ശക്തി ഇങ്ങനെ ഇതിനകത്തേക്ക് വരുന്നത് ബാഹ്യമായ ഒരു മാറ്റവും ഇല്ലാതെ, ഒന്നും ഒന്നിലേക്ക് ഒഴുകിപ്പോകുന്നതായി കാണാതെ, രൂപഘടനയിൽ ഒരു മാറ്റവും ഇല്ലാതെ. മാത്രമല്ലല്ലോ, ശാസ്ത്രീയമായി പഠിക്കുമ്പോഴും ഈ പറഞ്ഞ പച്ചിരുമ്പിനകത്ത് ഒരു മാറ്റവും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ശാസ്ത്രം ഒരു കാര്യം പറയുന്നുണ്ട്, ഈ പച്ചിരുമ്പിലും കാന്തത്തിലുമുള്ള ഡിഫറൻസ് പറയുന്നുണ്ട്. കാന്തത്തിൽ എങ്ങനെയായിരിക്കും? അത് അടുക്കടുക്കായിട്ടായിരിക്കും, ലെയർ ആയിട്ടായിരിക്കും അടുക്കപ്പെട്ടിട്ടുള്ള തന്മാത്രകൾ. പച്ചിരുമ്പിലാകട്ടെ ക്രമരഹിതമായിരിക്കും. അങ്ങനെ ക്രമരഹിതമായി പച്ചിരുമ്പിലുള്ള തന്മാത്രകൾ കാന്തത്തോട് ചേർന്നിരിക്കുമ്പോൾ കാന്തത്തിനോട് സമാനമായ ഒരു ചിട്ടയിലേക്ക്, അടുക്കിലേക്ക് വരും. അടുക്കും ചിട്ടകളായിട്ട് മാറും. കാന്തത്തിലെ പോലെ തന്നെയാവും. അങ്ങനെ വരുമ്പോഴാണ് പച്ചിരുമ്പ് കാന്തമായിട്ട് മാറുന്നത്. അതിൽ നിന്നൊരു ശക്തി പ്രവഹിക്കുന്നതല്ല. കാന്തത്തോട് ചേർന്നിരിക്കുമ്പോൾ പച്ചിരുമ്പ് കാന്തിക സ്വഭാവം കാണിക്കുന്നത് അതിലെ തന്മാത്രകളുടെ അടുക്കിൽ മാറ്റം ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇതേപോലെ പരിശുദ്ധ കുർബാനയ്ക്കകത്ത് പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ കുർബാന നമുക്ക് അനുഭവമാകുന്നത് ആന്തരികമായിട്ടാണ്. ബാഹ്യമായ ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ല. ബാഹ്യമായ മാറ്റമില്ലാതെ സത്താപരമായ മാറ്റം ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന, ഈ അപ്പം ഒരു മാറ്റം ഉണ്ടാകുന്നില്ല, പക്ഷെ അതിന് ആന്തരികമായ ഈ സത്തയിലുള്ള മാറ്റം ഉണ്ടാകുന്നു, ബാഹ്യഘടനയിൽ മാറ്റമില്ലാതെ തന്നെ. ഇത് നമ്മൾ വിശ്വാസ രഹസ്യമായി സ്വീകരിക്കേണ്ട കാര്യമാണ്, വിശ്വസിക്കേണ്ട കാര്യമാണ്. വിശ്വസിക്കുന്നതിന് കുർബാനയ്ക്കകത്തും നമ്മളൊരു അടയാളം ചോദിക്കരുത്. കാരണം ഒരു അടയാളത്തെ പൂർത്തീകരിച്ചിട്ടാണ് കുർബാന എന്ന അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ ഉയർത്തുന്നത്. ഇനിയും കുർബാനയിൽ ഒരു അടയാളം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ പൂർത്തീകരണം ഇവിടെ ഉണ്ടാവും. ഓരോ അടയാളവും 5,000 പേർക്കായിട്ട് വീതിക്കുന്നതിന്റെ പുറകിലുള്ളത് കുർബാന എന്ന കാര്യത്തെ വിശദീകരിക്കാനാണ്, അല്ലെങ്കിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കുർബാന എന്ന ഈ അടയാളത്തെ, സമ്പൂർണമായ ഈ പ്രവൃത്തിയെ അടയാളപ്പെടുത്തുന്ന അഞ്ചപ്പത്തിന്റെ കഥ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ അഞ്ചപ്പം അങ്ങനെ 5000 പേർക്കായി മാറ്റാൻ പറ്റുമെങ്കിൽ അപ്പത്തെ ശരീരമാക്കി യോജിക്കാനും അവന് കഴിയും എന്ന് നമുക്ക് അതിനോട് ഉറപ്പിക്കാൻ പറ്റും. ഇനിയും പരിശുദ്ധ കുർബാനയെ സാക്ഷ്യപ്പെടുത്താൻ മറ്റൊന്നിന്റെ ആവശ്യമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ 5 അപ്പം 5000 പേർക്കായിട്ട് വീതിക്കുന്നു. അപ്പോ യേശു അവിടെ രൂപാന്തരപ്പെടുകയല്ല ചെയ്തത്. യേശു തന്റെ കയ്യിൽ കിട്ടിയ 5 അപ്പം എലീഷ ചെയ്തതുപോലെ എലീഷയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് 5000 പേർക്കായിട്ട് വീതിക്കുന്നു. അവർ ഭക്ഷിച്ച് തൃപ്തരാകുന്നു. ഈ 5 അപ്പം ഇങ്ങനെ 5000 പേർക്കായി വീതിച്ചു കഴിഞ്ഞിട്ട് ശേഷിച്ച കഷ്ണങ്ങൾ 12 കുട്ടനിറയുണ്ടായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാര്, അപ്പോസ്തലന്മാര് 12 പേരാണ്. എന്തിനാണ് ഈ 12 കുട്ട നിറയെ ഈ കഷ്ണം ശേഷിപ്പിക്കുന്നത്? ശിഷ്യന്മാർ യേശു ചെയ്ത ഈ അത്ഭുതത്തെ കേവല അത്ഭുതമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തങ്ങൾക്ക് ഇനിയും ഭക്ഷണമില്ലാതെ വരുമെന്നൊരു സംശയം അവർക്കുണ്ട്. യഥാർത്ഥത്തിൽ അപ്പം വർദ്ധിപ്പിച്ചത് അത്ഭുതമാണ്, അതൊരു അടയാളമാണ്. ഈ അടയാളത്തെ തിരിച്ചറിയാതെ തങ്ങൾക്ക് വിശപ്പടക്കാൻ ഇനിയും ഈ അപ്പം വർദ്ധിപ്പിക്കുമോ എന്ന ഉത്കണ്ഠ അവരിൽ ശേഷിക്കുന്നത് കൊണ്ടാണ് ഇത് 12 കൊട്ടനിറ മെച്ചം വന്നു. തലക്കെടുക്കുന്നുണ്ട് ശിഷ്യന്മാര്. തുടർന്ന് നമുക്ക് കാണാം, യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ നോക്കും ആൾക്കാർ. കാരണം അപ്പം തരാൻ കഴിവുള്ള ഒരു രാജാവുണ്ടെങ്കിൽ ഇവൻ രാജാവായ പോരെ. 5 അപ്പം മതി 5000 പേർക്ക് കൊടുക്കാൻ കഴിയും. ഇത്രത്തോളം ജനത്തെ പരിപാലിക്കാൻ കഴിയുന്ന ആരുണ്ട്? അതുകൊണ്ട് അവനെ ബലമായി പിടിച്ചുകൊണ്ട് രാജാവാക്കാൻ നോക്കി. നമ്മളും എങ്ങനെയാ? കർത്താവ് നമ്മുടെ കാര്യം നടത്തി തന്നാൽ അവൻ രാജാവാണെന്ന് പറയാൻ നമുക്ക് പറ്റും.
നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റി കിട്ടുമെങ്കിൽ കർത്താവിന് നമ്മൾ സ്തുതിക്കും, നന്ദി പറയും, സാക്ഷ്യം പറയും. അങ്ങനെയല്ലേ? ജീവിതത്തിനകത്ത് കർത്താവ് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുമ്പോ ആ ഭൗതികാവശ്യങ്ങൾ നിറവേറ്റുന്ന കർത്താവിനെ ആരാധിക്കുന്നുവെന്നാണ് നാം ഭാവിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അന്ന് അവർ ചെയ്ത അവനെ പിടിച്ച് രാജാവാക്കാൻ കൊണ്ടുപോകുന്ന പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ എന്റെ ദൈവവും ഉടയവനും ഇവനാണെന്നും ഇവൻ എന്നിൽ വസിക്കുന്നുവെന്നും ഇവനിൽ ഞാൻ മരിച്ചുവെന്നും ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ഉദ്ധിതനായവനിലാണെന്നും അങ്ങനെ ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു വിളമ്പേണ്ടവനാണ് ഞാനെന്നും യേശുവാണ് ഞാനെന്നും തിരിച്ചറിഞ്ഞ് എന്നെ മുറിച്ചു വിളമ്പാൻ എനിക്ക് പ്രേരണയാകേണ്ടതാണ്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താ? നമ്മളിപ്പോഴും എന്താ കാര്യം കാണാനുള്ള ഒരിടമായിട്ട് പരിശുദ്ധ കുർബാനയെ കാണുന്നു. ഒരു ഭാഗം ഈ വ്യാമോഹത്തിന് വേണ്ടി ഈ കുർബാനയെ സമീപിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നു. ഇവനെ പിടിച്ച് രാജാവാക്കിയാൽ നമ്മുടെ കാര്യമൊക്കെ നടന്നു കിട്ടുമല്ലോ, അതുകൊണ്ട് കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതി. ഈ ഒരു മനോഭാവം നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ടോ എന്ന് ഗൗരവമായിട്ട് ആലോചിക്കണം. പരിശുദ്ധ കുർബാന വാസ്തവത്തിൽ ജീവന്റെ സമ്പൂർണമായ സമർപ്പണത്തിലേക്ക് നമ്മെ വിളിക്കുകയും ആ സമ്പൂർണ്ണ സമർപ്പണം യേശുവിന്റെ യാഗത്തോടൊപ്പം ചേർത്ത് പിതാവായ ദൈവത്തിന് ആരാധനയാക്കി മാറ്റുകയും അങ്ങനെ ആരാധനയുടെ സമ്പൂർണതയിൽ നാം ജീവനുള്ളവരായി മാറുകയും ചെയ്യുന്നു, നിത്യജീവൻ അവകാശമാക്കുന്നു. അതുകൊണ്ടാണ് സ്വർഗം നമുക്ക് നിശ്ചയമായിട്ടും അവിടുന്ന് നൽകുമെന്ന് നമ്മൾ പറയുന്നത് ഈ അർപ്പണം കൊണ്ടാണ്. വാസ്തവത്തിൽ ഈ ബലിയർപ്പണത്തിന്റെ ഭാഗമായി ഞാനും നിങ്ങളും മാറുന്നുണ്ടോ എന്ന് ഗൗരവമായിട്ട് ആലോചിക്കണം. കേവലം ഒരു പൂജയായി, ആരാധനാക്രമമായി, ഒരാഘോഷമായി നമ്മൾ കൊണ്ടാടിപ്പോകുന്ന കുർബാനയ്ക്കകത്ത് ജീവന്റെ സമർപ്പണം എത്രത്തോളം ഉണ്ടെന്നും എന്നെ തന്നെ എത്രത്തോളം അർപ്പിക്കാൻ കഴിയുമെന്നും എന്നെ അങ്ങനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് യേശുവായി തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തി മുമ്പോട്ട് പോകാൻ കഴിയുന്നുണ്ട് എന്ന് പരിശോധിക്കുമ്പോഴാണ് കൗദാശിക അനുഭവം ജീവിത യാഥാർത്ഥ്യവുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുക. നമ്മുടെ വിശ്വാസത്തിന്റെ താൽക്കാലികത എങ്ങനെയാണ്? പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചിറങ്ങിപ്പോരുമ്പോൾ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ മൂടിക്കളയും, കുർബാന അനുഭവത്തെ മൂടിക്കളയും. എന്നിട്ട് നമ്മൾ സാധാരണ മനുഷ്യരെ തിരികെ പോവുകയാണ്. അസാധാരണമായി മാറേണ്ടതാണ്. സാധാരണ മനുഷ്യത്വം അസാധാരണമായി മാറുന്നിടമാണ് കുർബാന. എന്നിട്ട് കുർബാന അർപ്പണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി 2 ചുവട് മുമ്പോട്ട് വെക്കുമ്പോൾ ജീവിതത്തിന്റെ പ്രതികൂലത മുമ്പിൽ വരും. ഉടനെ തന്നെ കുർബാനയെ നമ്മൾ മറന്നുപോകും. കുർബാനയെ മറന്നുപോകും, അവിടുന്ന് പറഞ്ഞത് മറന്നുപോകും, ജീവന്റെ അപ്പമായി നമ്മിൽ പ്രവേശിച്ചവനെ മറന്നുപോകും. നാം ഇങ്ങനെ രൂപാന്തരപ്പെട്ടിട്ടുണ്ടെന്നും നാം ഇങ്ങനെ മരിക്കാൻ വേണ്ടി ഇറങ്ങുകയാണെന്നും ജീവിതത്തിൽ ഓരോ നിമിഷവും അർപ്പണമാണെന്നും ഒക്കെ നമ്മൾ മറന്നുപോകും. എന്നിട്ട് നമ്മൾ ഓടി ഒളിക്കാൻ തുടങ്ങും. സുവിശേഷത്തിൽ തുടർന്ന് നമുക്ക് കാണാം, അവർ ശിഷ്യന്മാര് കടലിലൂടെ പോവാണ്, യേശു കൂടെയില്ല. കാറ്റടിക്കുന്നു, കടലിൽ തിരമാലകൾ ഉയരുന്നു, അവർ ഭയപ്പെടുന്നു. അപ്പൊ യേശു കടലിന് മീതെ നടന്നെടുക്കും. അങ്ങനെ നടന്നെടുക്കുമ്പോ ഇവർ യേശുവിനെയും ഭയപ്പെടുകയാണ്. കടലിന് ഭയമാണ്, കാറ്റും കോളടിക്കുന്ന ഭയമാണ്, ഒപ്പം കടലിന് മീതെ യേശു വരുന്നു. യേശുവിനെ കണ്ടിട്ട് അവർ ഭയപ്പെടുന്നു. യേശു പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട ഞാനാണ്. ഭൂതത്തെയാണെന്ന് അവർ ഓർക്കണേ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉയരുമ്പോ ദൈവിക സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാതെ പോകും. ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയാതെ എല്ലാം അപകടമായും ഭൂതമായും നമ്മൾ കരുതും. നമ്മുടെ ഒരു മനോഗതിക്കുണ്ടാകുന്ന തകർച്ചയെക്കുറിച്ചാണ് വചനോടെ പറയുന്നത്. യേശു പറയുന്നു, ഭയപ്പെടേണ്ട ഞാനാണ്. യേശു വെള്ളത്തിന് മീത് നടന്നത് യേശു ലൈറ്റ് വെയിറ്റ് ആയിട്ടാണെന്ന് ഒരു പ്രഘോഷകൻ പറയുന്നത് കേട്ടു. യേശു രൂപാന്തരപ്പെടുമല്ലോ, അപ്പൻ രൂപാന്തരപ്പെടുന്ന പോലെ, എവിടെ? കുർബാനയിൽ രൂപാന്തരപ്പെടുന്നത് പോലെ രൂപാന്തരപ്പെട്ടത് കൊണ്ടാണ് വെള്ളത്തിന് മീതെ നടക്കാൻ പറ്റിയത്. ശാസ്ത്രയുക്തി അന്വേഷിക്കുകയാണ്. ഇതൊരു ശാസ്ത്രയുക്തിയുടെ പ്രശ്നമല്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ വേണം? ഭൂഗുരുത്വ ബലം അനുഭവപ്പെടുന്നില്ല, അതിന്റെ റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കാൻ പറ്റൂ. വെള്ളത്തിന് മീതെ നിൽക്കുമ്പോൾ വെള്ളവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഭൗതിക പ്രകൃതി വിട്ടു എന്നൊക്കെ പറയേണ്ടി വരും. ഫിസിക്സ് ആണ് പറയണമെങ്കിൽ. ഇതൊരു ഫിസിക്സിന്റെ പ്രശ്നമല്ല. എന്തിന്റെ പ്രശ്നമാണിത്? ഇത് തന്റെ ദൈവികത വെളിപ്പെടുത്താനാണ്. കാറ്റും കോളും ഉണ്ടാകുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. കാറ്റും കോളും ഉണ്ടാകുമ്പോൾ ഇതിലുപരിയായ ഒരു ദൈവികമായ ഇടപെടലിനെ നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ ദൈവമാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. മറ്റേത് രാജാവാക്കാനാണ് നോക്കിയത്. പ്രവാചകൻ ഓർത്തിട്ടുണ്ടാവാം, രാജാവാക്കാനാണ് നോക്കിയത്. രാജാവല്ല, ഞാൻ ദൈവമാണ് എന്ന വെളിപ്പെടുത്തലാണ്. ചെങ്കടൽ വിഭജിച്ച അതേ കർത്താവാണ് കൂടെയുള്ളതെന്ന്.
പ്രപഞ്ചത്തിന് മീതെ അധികാരമുള്ള കർത്താവാണ് കൂടെയുള്ളതെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ. അവര് ഒറ്റ കാര്യം ചെയ്തുള്ളൂ, അവനൊന്ന് വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചു, വഞ്ചിയിലേക്ക് അവനൊന്ന് കയറ്റാൻ ആഗ്രഹിച്ചു. അങ്ങനെ കയറ്റാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ വഞ്ചി കരക്കെടുത്തു എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് കൂടെയുള്ള അനുഭവത്തിലേക്ക്, ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ തീരമണയും. ആ തീരം ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയാത്തത്, തീരമണയാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ അവനെ വള്ളത്തിൽ കയറ്റാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. അവനെ ഭൂതമായി കണ്ട് റെസിസ്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപകടം വരുമെന്നാ വിചാരിക്കുന്നത്. ഭയപ്പെട്ടു പോവാണ്. യേശു പറയുന്നു, ഭയപ്പെടേണ്ട, ഞാനാണ്. ആ യേശുവിനെ ജീവിതത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കണം. നിങ്ങൾ ലൗകികമായ നേട്ടങ്ങളെ കുറിച്ചല്ല നോക്കേണ്ടത്, അപ്പം തിന്ന് തൃപ്തരായതിനെ കുറിച്ചല്ല നോക്കേണ്ടത്, ചുമന്ന 12 കുട്ടനിറ അപ്പത്തെ കുറിച്ചല്ല ഓർക്കേണ്ടത്. നിങ്ങൾ എന്നെ കുറിച്ച് ഓർക്കും. ഞാൻ കൂടെ ഉണ്ട്. ഐ ആം വിത്ത് യു. എമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ഈ അനുഭവത്തിലേക്ക് നാം ഉയരുമ്പോഴാണ് നമുക്ക് കുർബാനയെ മനസ്സിലാകുക. അങ്ങനെ അല്ലെങ്കിൽ കുർബാനയെ മനസ്സിലാവില്ല. കുർബാന കേവലം ഒരു ചടങ്ങായിട്ട്, ഒരു പൂജാവിധിയായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. യേശു പരിശുദ്ധ കുർബാനയെക്കുറിച്ച്, ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറയുന്നതിന് മുന്നോടിയായി ചെയ്ത പ്രവൃത്തികളാണിത്. ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാനാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പം. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരാകാൻ പറ്റും. എന്നിൽ വിശ്വസിക്കുക, അവിടെ നിന്ന് അയച്ചവരിൽ വിശ്വസിക്കുക. ഇപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് യോഹന്നാൻ സുവിശേഷം 6:27-28 തിരുവചനങ്ങളിൽ പറയുമ്പോൾ, നിങ്ങൾ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കൂ എന്ന് പറയുന്നതിന് പിന്നിലുള്ളത്, നിങ്ങൾ ക്രിസ്തുവിനെ ഹൃദയത്തിന്റെ നാഥനായി, കേന്ദ്രമായി, അവന്റെ പ്രവൃത്തികളെ ജീവിതത്തിന്റെ പ്രവൃത്തിയായി നിങ്ങൾ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറായാൽ അതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. എന്താണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി? ക്രിസ്തു എങ്ങനെയാണ് ഭൂമിയിൽ ജീവിച്ചത് അങ്ങനെ ജീവിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഒരാളെ വിശ്വസിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മൾ ഒരാൾ നമുക്ക് വഴി കാട്ടിയായിട്ടുണ്ടെന്നിരിക്കട്ടെ, നമുക്ക് വഴി അറിയില്ല, ഒരാൾ വഴി അറിയാവുന്ന ആൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വഴിയൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അയാൾ പോണ വഴിയെ പോയാൽ മതി. അയാളുടെ കൂടെ പോയാൽ മതി, ധൈര്യമായി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കോ, വഴി തെറ്റിയോ നീ ചോദിക്കോ? ചോദിക്കേണ്ട കാര്യമില്ല. അവിടെ നമ്മുടെ ഭാരം കുറഞ്ഞു, വഴി അന്വേഷിക്കുക എന്നുള്ള ഭാരം കുറഞ്ഞു. യേശുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതമാണ് രക്ഷയുടെ അടയാളമെന്ന്, രക്ഷയുടെ കേന്ദ്രമെന്ന്, അവനിലൂടെയാണ് രക്ഷയെന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടാകുക. അതുകൊണ്ട് അവനിൽ സമ്പൂർണമായി ലയിച്ചു ചേരുക എന്നാണ്. അവനെ പ്രതി തന്നെ ഉപേക്ഷിക്കുക എന്നാണ്. നമ്മുടെ തല വിടുക എന്നാണ്. തലയാണല്ലോ ചിന്തിക്കുന്നത്. ചിന്തിച്ചുണ്ടാക്കുന്ന ബോധ്യങ്ങൾ അതൊക്കെ വിട്ടിട്ട് ക്രിസ്തുവിലേക്ക് തിരിയുക. അങ്ങനെ ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ അതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി എന്താണെന്ന് ക്രിസ്തുവിലേക്ക് മാത്രം നോക്കിയാൽ മതി. ഒറ്റുകൊടുക്കുന്നവനെ സ്നേഹിക്കണം, തള്ളിപ്പറയുന്നതിന് ചേർത്ത് പിടിക്കണം, തന്നെ കൊല്ലുന്നവർക്ക് ജീവൻ കൊടുക്കണം, തന്നോട് തെറ്റ് ചെയ്യുന്നവർക്ക് ക്ഷമ കൊടുക്കണം, തന്നെ പിതാവിന്റെ കരങ്ങളിലേക്ക് അർപ്പിക്കണം. അങ്ങനെ അവനവനെ തന്നെ പിതാവിന്റെ ഇഷ്ടത്തിന് വിധേയമായി അവരതിനു വേണ്ടി അർപ്പിക്കുന്ന പ്രവൃത്തിയാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ മാത്രമാണ് തന്നിൽ വിശ്വസിക്കുക എന്ന കാര്യം നടക്കുക. അവിടെ നയിച്ചവരിൽ വിശ്വസിക്കുക. ദൈവം തന്റെ പുത്രനെ രക്ഷകനായി ഭൂമിയിലേക്ക് അയച്ചു. ക്രിസ്തു ലോകത്ത് മറ്റുള്ളവർക്ക് രക്ഷ അനുഭവപ്പെടുത്താൻ നമ്മെ അയക്കുന്നു. അയക്കപ്പെടലിന്റെ തുടർച്ചയാണ് ഞാൻ ക്രിസ്തുവിലാണ് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകാൻ വന്നവനാണെന്ന് ഞാൻ ബോധ്യപ്പെടുമ്പോഴാണ് എന്റെ ജീവനെക്കുറിച്ചുള്ള ഉത്കണ്ഠ അവസാനിക്കുക, എന്റെ താല്പര്യങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുക, ഞാൻ എന്റെ ഉടമയായി മാറാതിരിക്കുക, ദൈവിക സത്വത്തിന് ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയും പിതാവിൻ്റെതെന്ന ബോധ്യത്തിൽ ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുക. അങ്ങനെ ജീവിക്കുമ്പോഴാണ് രക്ഷ അനുഭവിക്കാൻ പറ്റുക. ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് കുർബാന അനുഭവത്തിൽ നമുക്ക് സാധ്യമാകുന്ന കാര്യമെന്ന് ബോധ്യം നമുക്ക് എപ്പോഴും ഇല്ല. ഈശോ പറയാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്. ഈ അപ്പമായി മാറുക എന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു അപ്പമായി മാറിയെന്നിരിക്കട്ടെ. അങ്ങനെ വേറൊരാളുടെ മേശപ്പുറത്ത് വിളമ്പി വെച്ചേക്കാണ് നിങ്ങളെ. ഇയാൾ വന്നിട്ട് ഈ അപ്പത്തെ പിച്ചിക്കീറാൻ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? പിച്ചിക്കീറരുത്. അയാൾ കടിക്കാൻ നോക്കുമ്പോൾ അയ്യോ കടിക്കരുത്, എനിക്ക് വേദനിക്കും. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണമായി മാറുമ്പോൾ എന്നെ തൊടരുത്, എന്നെ നോക്കരുത്, എന്നെ കുറ്റം പറയരുത്, എന്നെ കടിക്കരുത്, മാന്തരുത്, പിച്ചരുത് എന്നിങ്ങനെ നിരന്തരം നമ്മൾ ആക്ഷേപം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരു അപ്പം നിങ്ങളോട് എന്നെ തിന്നരുത്, പല്ല് കൊള്ളിക്കാതെ തിന്നണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ അപ്പം തിന്നുവോ? തിന്നാൻ പറ്റുമോ? അങ്ങനെ പണ്ട് ഒരു കാർട്ടൂൺ വന്നായിരുന്നു. ഒരാൾ കോഴിമുട്ട ഹോട്ടലിൽ പോയി വാങ്ങിച്ചു, പുഴുങ്ങിയ കോഴിമുട്ട. അങ്ങനെ കോഴിമുട്ട അയാളിങ്ങനെ പൊളിച്ചു നോക്കുമ്പോൾ അതിൽ നിന്നൊരു കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വന്നു. സംഭവിക്കാവുന്ന കാര്യമല്ല, കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വന്നു. ഇയാളിങ്ങനെ വണ്ടടിച്ച് നോക്കിയിരിക്കുക കോഴിക്കുഞ്ഞിനെ. അപ്പോ കോഴിക്കുഞ്ഞ് ചോദിക്കാൻ, പിന്നെ കോഴിമുട്ട എന്ന ആനക്കുഞ്ഞ് വരുമെന്ന് വിചാരിച്ചു. നമ്മളെ പൊളിച്ചു നോക്കുമ്പോ നമ്മുടെ അകത്ത് നിന്ന് ക്രിസ്തു പുറത്തേക്ക് വരുന്നില്ല. നമ്മൾ മറ്റുള്ളവർക്ക് ഭക്ഷണമായി മാറുന്നില്ല. ഈ ഭക്ഷണമായി മാറാത്തത് അവിടെ നിന്ന് അയച്ചവരിൽ വിശ്വസിക്കുക എന്നതിൽ പിഴവുണ്ടാകുമ്പോഴാണ്. യേശു തന്നെ തന്നെ മുറിച്ചു വിളമ്പുന്ന ജീവന്റെ അപ്പമാണ് താനെന്ന് പ്രഖ്യാപിക്കുമ്പോൾ യഹൂദർക്കിടയിൽ ഭിന്നത ഉണ്ടാവാനുള്ള കാരണം എന്താ? 2 കാരണങ്ങളുള്ളത്. ഒന്ന്, അവർ വിചാരിക്കുന്ന ഒരുവൻ എങ്ങനെ അപ്പമായിട്ട് മാറാൻ കഴിയും. നടപ്പുള്ള കാര്യമൊന്നുമല്ല ഇവൻ പറയുന്നത്. ഇനി അപ്പമായി മാറാം എന്ന് ഒരാൾക്ക് തോന്നിയാൽ പോലും അതിനൊരു അപകടം പതിയിരിപ്പുണ്ട്. മറ്റുള്ളവർ ഭക്ഷിക്കും. അവരന് വേണ്ടിയാണ്, അവരനുള്ള ഭക്ഷണമാണ് നമ്മളെന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എപ്പോഴൊക്കെ എത്തിച്ചേരുമോ അപ്പോഴൊക്കെ കുർബാന നമുക്ക് അനുഭവമായിട്ട് മാറും. അതല്ലാതെ യേശു ലൈറ്റ് വെയിറ്റ് ആയിട്ട് മാറണതല്ല. യേശു ഈ അപ്പമായിട്ട് രൂപാന്തരപ്പെട്ട് കേവലമായി വരികയല്ല ചെയ്യുന്നത്. ഈ അപ്പത്തിൽ സത്താപരമായ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ക്രിസ്തു. ഇതിനകമേ ഇരിക്കുന്നത് ഞാനാണ്. ആ അപ്പം നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ കൂടി ചേർന്നാണ് ഈ അപ്പം. സമസ്തവും എടുത്തിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരവുമാകുന്ന സമസ്തവും ബലിയായി സമർപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വ്യക്തിപരമായി ഇത് കഴിയില്ല എന്ന് പറയാൻ അവകാശമില്ല. നമ്മളതിന്റെ ഭാഗമാണ്. എന്നെ കുറിച്ച് തറയ്ക്കണമെന്ന് പറയാൻ കഴിയില്ല. കാരണം ക്രിസ്തുവിന്റെ ശരീരം നമ്മളെയൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. ക്രിസ്തു കുരിശിൽ മരിച്ചു, നമ്മളും മരിച്ചു. അതുകൊണ്ടാണ് കൊളോസ്യർ ലേഖനം പറയുന്നത്, പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുകയാൽ ഇനിയും പഴയതെന്ന് മറ്റൊരു ജീവിക്കുന്നത് എന്തിന്? ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. യോഹന്നാൻ സുവിശേഷത്തിന് 6:35 അവിടെ നിന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല. അതായത് തൃപ്തമാക്കപ്പെടും, സമ്പൂർണമാക്കപ്പെടും എന്ന വചനം പറയും. പരിശുദ്ധ കുർബാനയ്ക്കകത്ത് പോകുമ്പോൾ നമ്മൾ ലോകത്തിന്റെ വിശപ്പുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആവശ്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. നാം കേവലം ഭൗതികമായ ഒന്നായിട്ട് മാറുന്നു. ക്രിസ്തുവിനെ പ്രതി നമുക്ക് മുറിച്ചു വിളമ്പപ്പെടാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ യേശുവിന്റെ അടുക്കൽ ചെല്ലുന്നത് നമ്മുടെ ഭൗതികമായ വിശപ്പുകളുടെ തൃപ്തി അന്വേഷിച്ചാണ്. ജീവന്റെ അപ്പമാണ് അവൻ എന്ന ബോധ്യത്തിലല്ല, പരമമായ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നതെന്ന ബോധ്യത്തിലല്ല. ക്രിസ്തുവിനെ തിരിച്ചറിയുകയും ബലിമേശയിൽ സ്വയം അർപ്പിക്കാനായിട്ടാണ് നമ്മൾ ചെല്ലുന്നതെന്ന് ബോധ്യത്തോടെ ചെല്ലുകയും അവിടുന്ന് നമ്മുടെ ദാഹം ശമിപ്പിക്കുന്നവനാണെന്ന് ഹൃദയത്തിൽ ഉറക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ പിന്നെ നമ്മൾ വ്യാകുലപ്പെടുത്തില്ല. നമുക്ക് ഭൗതികമായ ആവശ്യങ്ങൾ ഇല്ല എന്നല്ല, അവയൊന്നും നിറവേറ്റപ്പെടേണ്ടെന്നല്ല. അവയെല്ലാം നിറവേറ്റാൻ നിങ്ങളുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം എന്റെ സ്വർഗീയ ജീവൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. എന്തുകൊണ്ടാണ് ദരിദ്രൻ ഉണ്ടാകുന്നത് വെച്ചാൽ അത് ദരിദ്രൻ പണിയെടുക്കാത്തത് കൊണ്ടല്ല, സമ്പന്നൻ ഊറ്റുന്നത് കൊണ്ടാണ്. എന്തിനാ അത് നിഷേധിക്കുന്നത്? പണമുള്ളവർ തങ്ങൾക്കുള്ളവ പങ്കുവെക്കാത്തത് കൊണ്ടാണ്. അവന്റെ കയ്യിൽ എല്ലാവർക്കും വേണ്ടിയായി കൊടുത്തത് മറ്റുള്ളവരുമായി പങ്കുവെക്കാത്തത് കൊണ്ടാണ് അവരുടെ കയ്യിൽ ഇല്ലാത്തത്. കഴിവുകളും അങ്ങനെ തന്നെയാണ്. എനിക്കുള്ള കഴിവല്ല നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ള കഴിവല്ല എനിക്കുള്ളത്. നിങ്ങളുടെ കഴിവ് നിങ്ങൾ മറ്റുള്ളവർക്കായി വിഭജിച്ചു കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ഉത്തരവാദിത്വം പൂർണ്ണമാകുക. ഞാൻ സംസാരിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, കാരണം എന്നെ ഏൽപ്പിച്ചത് ഈ കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെടുത്തിയ ഒരാളായിട്ട് മാറും. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളെ ഏൽപ്പിച്ച കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നു. അങ്ങനെ പങ്കുവെച്ചു കൊടുക്കുന്നത് ഇത് നമ്മുടേതല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് എന്റെ വാക്കല്ല, ഞാൻ പറയുന്നത് എന്റെ കഴിവിലല്ല, ഞാൻ പറയുന്നത് എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവനാണ് പ്രവർത്തിക്കുക, ഈ കഴിവ് അവൻ്റെതാണ്. സ്വന്തമായി ഒന്നുമില്ലാത്തവരാണ് നമ്മൾ. അങ്ങനെ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തെ ദൈവദാനമായി തിരിച്ചറിയാനും എനിക്ക് മറ്റുള്ളവർക്കായി കൊടുക്കാനും കഴിയുമ്പോഴാണ് ലോകത്ത് എല്ലാവരുടേതുമായി ദൈവികാനുഭവം മാറുക. ഈ വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. കുർബാന നൽകുന്ന ഏറ്റവും പ്രഥമമായ പാഠം അതാണ്. നിങ്ങളെ തന്നെ മറ്റുള്ളവർക്കുള്ള ഭക്ഷണമായി നൽകണം. സ്വയം മുറിച്ചു വിളമ്പാൻ വിട്ടുകൊടുക്കുന്നൊരു പ്രവൃത്തിയായി ജീവിതത്തെ മാറ്റാൻ കഴിയുമ്പോഴാണ്
കുർബാന അനുഭവമായിട്ട് മാറുക, അല്ലെങ്കിൽ കുർബാന അനുഭവമായിട്ട് മാറില്ല. ബലിമേശയിൽ അണയുന്ന നമ്മൾ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവിടെ ചോദിച്ചാൽ എന്തും കിട്ടുമെന്ന കേവലമായ അബദ്ധത്തിലാണ് കുടുങ്ങിയിട്ടുള്ളതെങ്കിൽ കുർബാന ഒരിക്കലും അനുഭവമായി മാറുന്നില്ല. ഇത്ര മാത്രമേ സംഭവിക്കുന്നുള്ളൂ. പാട്ട് കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കാര്യമായി, ജീവിതത്തെ ബലിയായി അർപ്പിക്കാനുള്ള ഒരു പ്രേരക ശക്തിയായി, ഊർജമായി അത് ഭവിക്കുന്നില്ല. അതുകൊണ്ട് ഭൗതിക ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ നമ്മൾ നമ്മെ തൊട്ടുപോകരുത് എന്ന് മറ്റുള്ളവരോട് പറയുന്നു. നമ്മുടെ മേലുള്ള എല്ലാ കടന്നാക്രമണങ്ങളെയും, നമ്മളെ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിനെയും, നമ്മുടെ മേലുള്ള എല്ലാ നുകഭാരങ്ങളെയും നമ്മൾ എതിർക്കുന്നു. നമുക്ക് സുരക്ഷിതത്വം വേണം. നാം വീണ്ടും ദൈവസന്നിധിയിലേക്ക് ഓടാൻ തയ്യാറാകാണ്. നമുക്ക് സുരക്ഷിതത്വം വേണം. നമ്മളെ ആരും ഒന്നും ചെയ്യരുത്. നമ്മളെ ആരും ഒന്നും ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ഉടവുകളൊന്നും തട്ടാതിരിക്കാൻ, നഷ്ടമൊന്നും സംഭവിക്കാതിരിക്കാനുള്ള ഇടമായി പരിശുദ്ധ കുർബാനയെ തെറ്റിദ്ധരിക്കുന്നു. എന്നിട്ട് പറയാണ് കുർബാന എന്നും അർപ്പിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകുമെന്ന് പറയാണ്. പരിശുദ്ധ കുർബാന കഴിവതും എല്ലാ ദിവസവും അർപ്പിക്കാൻ എല്ലാവരും തയ്യാറാകണം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പരിശുദ്ധ കുർബാന കഴിവതും എല്ലാ ദിവസവും അർപ്പിക്കണം. ഒരു ദിവസം എത്ര കുർബാനയാകാം? 2-3 കുർബാനയാകോ? വേണ്ട. സെന്റർ പോയിന്റ് ഓഫ് ദി ലൈഫാണ് കുർബാന, ഒരെണ്ണം മതി. 24 മണിക്കൂറാണ് ഒരു ജീവിതം ഒന്ന് കണക്കിലെടുത്താൽ അതിന്റെ സെന്റർ പോയിന്റ് ഒന്നേ ഉണ്ടാവൂ, ആ ഒന്ന് മതി. പക്ഷേ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കണം, അർപ്പിക്കാതിരുന്നാൽ അപകടം ഉണ്ടാകും എന്ന് ഭീഷണി വന്നാലോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല. കടലിൽ പണിക്ക് പോകുന്നവർ എങ്ങനെയാന്നേ കുർബാനയ്ക്ക് പോണേ? കടലിൽ പണിക്ക് പോകുന്നവർ വെളുപ്പിന് 3 മണിക്ക് പോകണം. ആ സമയത്ത് അവർക്ക് വേണ്ടി കുർബാനയിൽ കൊടുക്കാൻ ആരെങ്കിലും ചെല്ലോ? ഇല്ല. അങ്ങനെ 3 മണിക്ക് കടലിൽ പോകുന്നവർ പിറ്റേ ദിവസം വൈകിട്ട് 8 മണിക്കാണ് തിരിച്ചു വരുന്നത്. ആ പകൽ മുഴുവൻ കടലിലായിരുന്നു, പിറ്റേ രാത്രിയിലേക്ക് കടക്കുന്നു. അയാൾക്ക് എവിടെയോ കുർബാന കിട്ടുക? അതുകൊണ്ടാണ് സഭ പറയുന്നത് ഞായറാഴ്ച കുർബാന. ഇനി പുരോഹിതരെല്ലാം ഡെയിലി അർപ്പിക്കണം, ബലി അർപ്പിക്കണം. കാരണം ആരാധനയായിട്ട് തന്റെ വ്രതത്തെ, ജ്ഞാനസ്നാന വ്രതത്തെ ആഘോഷമായൊരു വ്രതത്തിലേക്ക്, അല്ലെങ്കിൽ ആരാധനയുടെ പൂർണ്ണതയിലേക്ക് എടുത്തു വയ്ക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് പുരോഹിതർ, സന്യസ്തർ. അവർ ഡെയിലി കുർബാന അർപ്പിക്കണം. പക്ഷെ കുർബാന അർപ്പിക്കണമെന്ന് പറയുമ്പോൾ അതിന് സാഹചര്യമില്ലാത്തപ്പോൾ എന്ത് ചെയ്യും? ട്രെയിനിൽ വെച്ച് കുർബാന അർപ്പിച്ചതിനെ കുറിച്ചൊക്കെ അനുഭവമുണ്ട്. പക്ഷെ അതൊക്കെ എപ്പോഴും പോസിബിൾ ആണോ? അല്ല. മദർ തെരേസ കുർബാന അർപ്പിക്കാതെ പുറത്തു പോകില്ലായിരുന്നു. മദർ തെരേസയ്ക്ക് വേണ്ടി കുർബാന അർപ്പിച്ചു കൊടുക്കാൻ പുരോഹിതനെ കിട്ടുമായിരുന്നു. ഞാനോ നിങ്ങളോ വിചാരിച്ച എളുപ്പമാണോ? എനിക്ക് എപ്പോഴും കുർബാനയ്ക്ക് സാധ്യത ഉണ്ടായിട്ടുണ്ട്. എവിടെ ചെന്നാലും കുർബാന കിട്ടുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. കുർബാന ഒരിക്കലും കിട്ടില്ലെന്ന് വിചാരിച്ചെടുത്ത് പോലും കുർബാന ഉണ്ടായിട്ടുണ്ട്. ഞാൻ പത്തനംതിട്ട ഭാഗത്ത് ഒരിക്കല് ഒരു ധ്യാനത്തിനായിട്ട് പോയി. അത് ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ളവരുടെ ധ്യാനമാണ്. റോയച്ചൻ എന്ന് പറയുന്ന അച്ഛനാണ് വിളിച്ചു കൊണ്ടുപോകുന്നത്. വലിയ കാര്യമായിട്ട് തപസ് ധ്യാനം നടത്താൻ വേണ്ടി കൊണ്ടുപോകാം. അപ്പൊ ധ്യാനം നടക്കുന്ന സമയത്ത് 18 പേരോളം എൻ്റെ കൂടെ ശുശ്രൂഷകരുണ്ട്. കുർബാന കിട്ടാനൊരു മാർഗമില്ല. ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അറിയില്ല. പിന്നെ അടുത്തൊരു മലങ്കര പള്ളിയുണ്ട്, നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. അങ്ങനെ മലങ്കര പള്ളിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ എല്ലാ ദിവസവും വെളുപ്പിന് പോകും, രാത്രിയെ വരൂ. അപ്പൊ അച്ഛൻ പറഞ്ഞ് ഒരു കാരണവശാലും കുർബാനയ്ക്ക് നിൽക്കാൻ പറ്റില്ല, കുർബാന ഇല്ലെന്ന് പറഞ്ഞേക്കാം പള്ളിയിൽ. സഭയുടെ തന്നെ ഒരു പ്രത്യേക പ്രോഗ്രാമിന് വേണ്ടി എല്ലാ ദിവസവും വെളുപ്പിന് 5 മണിക്ക് മുമ്പ് അച്ഛൻ പോകും. അപ്പൊ അതുകൊണ്ട് കുർബാന കിട്ടാൻ മാർഗമില്ല. മലങ്കര കത്തോലിക്ക പള്ളിയാണ് ഉള്ളത്. നമുക്കാണെങ്കിൽ മലങ്കര കത്തോലിക്ക ക്രമത്തിൽ കുർബാന അങ്ങനെ കാര്യമായിട്ട് അറിയാനും പാടില്ല. അപ്പൊ അച്ഛനോട് ഞങ്ങൾ കാര്യം പറഞ്ഞു, കുർബാന ഇല്ലാതെ ജീവിക്കാൻ വയ്യ. കുർബാന കേന്ദ്രീകരിച്ചാണ് ജീവിതം മുഴുവൻ. അതുകൊണ്ട് അച്ഛൻ ഒന്ന് സഹായിക്കണം. അച്ഛൻ പറഞ്ഞു നിങ്ങളൊരു 4:30 ഇവിടെ എത്തുമോ? ഞങ്ങൾ പറഞ്ഞു എത്താം. അങ്ങനെ 4:30 ചെല്ലാൻ തുടങ്ങി. ഞങ്ങൾക്ക് വേണ്ടി മാത്രം, ഈ 18 പേർക്ക് വേണ്ടി മാത്രം 2 ശുശ്രൂഷകരെയും സംഘടിപ്പിച്ച് ആ പുരോഹിതൻ ബലിയർപ്പിച്ചു. എല്ലാ ദിവസവും ബലിയർപ്പിച്ചു. ബലിയർപ്പണ ശേഷം ആരാധനയ്ക്ക്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്ക് വെക്കാൻ വകുപ്പില്ല. കാരണം ഒരു ഹാളിനാണ്, അവിടെ കൊണ്ട് ആരാധനയ്ക്ക് വെക്കാൻ വകുപ്പില്ല. ഈ പുരോഹിതൻ വരുന്നത് രാത്രി 11 മണിക്ക് ശേഷമാണ്. അപ്പോ അത്രയും നേരം കുർബാനയുടെ മുമ്പിൽ ഇരിക്കാൻ ആളെ കിട്ടില്ല. അങ്ങനെ വന്നാൽ കുർബാന അവഹേളിക്കപ്പെടും, അതിനെ പരസ്യമായിട്ട് ആരാധിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിശുദ്ധ കുർബാന ആരാധനയ്ക്കായി തരാൻ സാധ്യമല്ലെന്ന് പറഞ്ഞ പുരോഹിതനോട് ഞങ്ങൾ ജീവൻ പോയാലും കൂടെ ഇരുന്നോളാം, ഒരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ആള് മാറില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം അച്ഛൻ വരുന്നത് വരെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുർബാന എഴുന്നള്ളിച്ചു തന്നു.
എല്ലാ ദിവസവും രാത്രി വന്നിട്ട് അച്ഛൻ കൺസ്യൂം ചെയ്യും കുർബാന, പരിശുദ്ധ കുർബാന. കാരണം തിരികെ കൊണ്ടുപോകുക എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ടാകണം ജീവിതം എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് ഭയന്നിട്ടാകരുത്. കുർബാന അർപ്പിച്ചിട്ടല്ല പുറത്തു പോകുന്നെങ്കിൽ അപകടം ഉണ്ടാകും. അങ്ങനെ ഭീഷണിപ്പെടുത്തോ ദൈവം? കുർബാന അർപ്പണം ഉണ്ടാകണം എങ്ങനെയാണ്? ഹൃദയത്തുറവിയിൽ നിന്ന് ഒരു ജീവിതത്തെ അർപ്പിക്കാനുള്ള ഉറപ്പുണ്ടാകുമ്പോഴാണ് കാര്യം. പിശാച് ഓടിച്ചിടുക എന്ന് പറഞ്ഞാൽ കൊല്ലാനായിട്ട് 7 പ്രാവശ്യം പിശാച് കൊല്ലാൻ ഓടിച്ചിരുന്നു. പിശാചിന് കൊല്ലാൻ പറ്റുമോ? എന്തൊരു അബദ്ധധാരണയാണ്. ജീവന്റെ നാഥനാരാ? ജീവൻ എടുക്കാനും തരാനും അധികാരമുള്ളവൻ ആരാണ്? ക്രിസ്തുവല്ലേ. പിശാചിന് നമ്മളെ കൊല്ലാൻ കഴിയുമോ? ഏത് അന്ധവിശ്വാസത്തിന് ലോകത്താ ജീവിക്കണേ? യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവർ തന്നെ ഇത്തരം അബദ്ധങ്ങൾ പറയാൻ തുടങ്ങിയാൽ കേൾക്കുന്ന സാധാരണ വിശ്വാസി ചെകുത്താനെ പിടിച്ച് ഓടാതിരിക്കണേ എങ്ങനെയാ? മാമോദീസയിലെ കുരിശടയാളം കണ്ടാൽ പിശാചോടും. ഈ പിശാച് ഓടുന്നില്ലെന്നിരിക്കട്ടെ, പിശാച് കൊല്ലാൻ പറ്റിയവനാണോ? നമ്മുടെ ജീവൻ എടുക്കാനുള്ള അധികാരം പിശാചിനുണ്ടോ? ജോബിന്റെ പുസ്തകം, പഴയ നിയമം, ആ പഴയ നിയമത്തെ ആലോചിച്ച് നോക്ക്. പലതരം പ്രവൃത്തികൾ ജോബിന്റെ അടുത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ അവന്റെ ജീവനിൽ തൊട്ടുപോകരുത്, അതിന് അധികാരമില്ല. പഴയ നിയമകാലത്ത് പിശാച് വിളയാട്ടം നടത്തുന്ന കാലം എന്നാ പറയണേ. കാരണം ക്രിസ്തുവിന് മുൻപ് ക്രിസ്തുവിനാൽ തോൽപ്പിക്കപ്പെട്ടിട്ടില്ല. ആ സമയത്ത് പോലും ജോബിന്റെ ജീവനിൽ തൊട്ടുപോകരുത് എന്നാണ് ദൈവം പറയുന്നത്. കാരണം ജീവന്റെ ഉടയവൻ ദൈവമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങളിലേക്ക് പോകുന്നു. പരിശുദ്ധ കുർബാനയെ കുർബാനയുടെ അന്തസത്തയ്ക്കനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ ഈ വിഭജിച്ച് മറ്റുള്ളവർക്ക് വിളമ്പുന്നതിലൂടെ നമ്മിൽ വെളിപ്പെടുന്ന ദൈവം രക്ഷിക്കുന്നു എന്നൊരു പ്രക്രിയാരൂപത്തിന്റെ ആന്തരികതയായി നിലനിൽക്കുന്നതാണ് കുർബാന എന്ന് ബോധ്യപ്പെടുത്താതെ കേവലം ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കകത്ത് കുർബാനയെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. കാര്യം കാണാനുള്ളതാക്കി മാറ്റുന്നു. ജീവിത സുരക്ഷിതത്വത്തിനുള്ളതായിട്ട് മാറ്റുന്നു. നേരത്തെ പറഞ്ഞത് സ്ഥലത്തിന്റെ ഇടപെടലിന് വേണ്ടി, സ്ഥലത്ത് അധികാരം പ്രഖ്യാപിക്കാൻ വേണ്ടി, പിന്നെ പറയാണ് കാര്യം നടക്കാൻ വേണ്ടി, ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി. തിരിച്ചറിയണം, പരിശുദ്ധ കുർബാന ക്രിസ്തുവിൽ നമ്മെ വിളിക്കുന്നത് പിതാവായ ദൈവത്തിന് ഒരു ആരാധനയായി മാറാനാണ്. നിങ്ങളുടെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയാണ് യഥാർത്ഥമായ ആരാധന. പരിശുദ്ധ കുർബാനയെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ്. രക്ഷകനായ ക്രിസ്തുവിനെയാണ് ബലിക്കകത്ത് നമ്മൾ അനുഭവിക്കുന്നതും ലോകത്തിന് നമ്മിലൂടെ അനുഭവപ്പെടുത്തുന്നതും. ഇത്തരമൊരു ജീവിതം നയിക്കാൻ ഹൃദയപൂർവകമായ അർപ്പണം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിപ്പോകരുത്, തെറ്റായ പഠനങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. കുർബാനയെ ഗൗരവപൂർണമായ ഒരു കാര്യമായിട്ട് കാണണം. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി വിഭജിതമാകുന്ന ഭക്ഷണമായി മാറാൻ വിളിക്കപ്പെട്ടവനാണ്. ക്രിസ്തുവിൽ ഒരേ ശരീരവും ആത്മാവുമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. അങ്ങനെ ക്രിസ്തു രഹസ്യത്തെ ആനുകാലിക ലോകത്തിന് അനുഭവപ്പെടുത്താൻ ദൈവം തന്ന വിളിയെക്കുറിച്ച് ഓർക്കാം. നന്ദിയോടെ പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.